അവധി ദിനത്തിൽ കളിക്കുന്നതിനിടെയാണ് മൂർഖൻ പാമ്പിനെ പിടികൂടി കുട്ടികൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയത്. അതിനുശേഷം പിന്നീട് അവരുടെ ഒരു രക്ഷിതാക്കളിൽ ഒരാളെ ഇത് ഫോട്ടോ അയച്ചു കൊടുക്കുകയും ആ ചേച്ചിയാണ് അത് തിരിച്ചറിഞ്ഞത് ഇത് മൂർഖൻ ഇത് വിഷപ്പാമ്പാണെന്ന്. അങ്ങനെ സ്നേക്ക് റെസ്ക്യൂർ ഉൾപ്പെടെ വിവരം അറിയിച്ച് ആ പാമ്പിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് ആ കുട്ടികൾ ആ പാമ്പിനെ പിടികൂടിയ അതേ സ്ഥലത്താണ്. അതാ ദൃശ്യങ്ങൾ കാണാം. ഈ സ്ഥലത്ത് വെച്ചാണ് കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ മൂർഖൻ പാമ്പിനെ ഒരു കമ്പ് കൊണ്ട് അതിനെ ചില്ലി ആദ്യം ഈ മുറ്റത്തേക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് ചില്ലി ഇടുന്നു. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിനകത്തേക്ക് മാറ്റിയാണ്. അതിനുശേഷം ഈ ഫോട്ടോ എടുത്താണ് ഇവിടെ ഉണ്ടായിരുന്ന സമീപ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേച്ചിക്ക് അയച്ചു കൊടുത്തത്. ഈ കുട്ടികൾ നമ്മൾ ദൃശ്യം കാണുന്ന കുട്ടികളാണ്. ഒരല്പം സാഹസമാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് ഇത് മൂർഖൻ പാമ്പാണെന്ന കാര്യം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് അവർ പറയുന്നത്. പിന്നീടാണ് ഇതിൻ്റെ അപകടമൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ നമ്മൾ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്ന് വിളിച്ച് പാമ്പിനെ കണ്ടെന്ന് വിളിച്ച് നമ്മൾ വന്ന് നോക്കുമ്പോൾ പാമ്പുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി പോകുന്നായിരുന്നു. ചെള്ളി മുറ്റത്തേക്ക് ഇട്ട് നമ്മൾ മറ്റേ വടി വെച്ചിട്ട് കുപ്പിയിലേക്ക് ആക്കുക ചെയ്ത പാമ്പിനെ. ആദ്യം ഇത് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായിട്ടില്ല. മൂർഖാന്ന് മനസ്സിലായിട്ടില്ല. പിന്നീട് ആൾക്കാർക്ക് വന്ന് ഇത് പിടികൂടിയാലും പേടിയായി. ചെറിയ പേടിയായി. എന്ത് ഇന്നലെ ഉണ്ടായിരുന്നോ? എന്താ ശരിക്കും അത് സംഭവിച്ചെന്ന് വെച്ചാല് നമ്മൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്ന് എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നു. എന്നോട് ആദ്യം പറഞ്ഞു പാമ്പ് എന്ന്. അത് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞു എന്നോട് പറഞ്ഞു ഏട്ടാ പാമ്പ് എന്ന്. അപ്പോൾ നമ്മളാരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ ആ സ്ഥലത്ത് പാമ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കമ്പ് കൊണ്ട് ചിള്ളി മുറ്റത്തേക്കാക്കി ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി കയറ്റുക ചെയ്തേ. ചേച്ചിക്കാണ് ഇത് ഫോട്ടോ അയച്ചു തന്നത് അല്ലേ? ഇരുട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് മനസ്സിലായോ? ഇല്ല, എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. ഇത് കാണുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുപ്പിയിലാക്കിയതിന് ശേഷമാണ് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പാമ്പ് പിടിക്കുന്ന ഒരാൾ തന്നെയുണ്ട്. അപ്പോൾ പുള്ളി ഫൈസൽ വെൽക്കോട്. അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളിയാണ് പറഞ്ഞ് മൂർഖൻ്റെ കുഞ്ഞാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം, കുട്ടികളോട് മാറ്റി വെക്കാൻ പറയണം. പിടിച്ചതിനെ കൊണ്ട് പുള്ളിയും വിമർശിക്കുക ചെയ്തു. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, കുട്ടികളിങ്ങനെ ഇതാകുന്ന ഇവർക്കും അറിയില്ല എന്താണ് എന്നുള്ളത്. ഇത് മാത്രമേ ചിന്തിച്ചുള്ളൂ. അമ്മയും കുട്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതങ്ങനെ എഴിഞ്ഞ് അകത്ത് കയറിയാലോ എന്ന് പേടിച്ചിട്ട് ഇവർ ചെയ്തത്. മറ്റുള്ളവർ നമ്മൾ വലിയവരാരും ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ ആരെങ്കിലും വരുന്നതിന് മുന്നേ ഇതിനെ സുരക്ഷിതമായിട്ട് വെക്കണമെന്നേ ഇവർ വിചാരിച്ചിട്ടുള്ളൂ. ഈ ചെറിയ മോൻ പറഞ്ഞിട്ടാ പാമ്പിനെ പിടിച്ചെന്നല്ല. ഇവനോട് ഞാൻ ചോറ് തിന്നാൻ വിളിക്കാൻ പറഞ്ഞു എൻ്റെ ചേട്ടനോട്. അന്നേരം ഓടി വന്നിട്ട് പറഞ്ഞു അമ്മമ്മ അവിടെ പാമ്പുണ്ട്. ഞാൻ പറഞ്ഞു പാമ്പെല്ലാം അരണിയായിരിക്കും പറഞ്ഞു. എല്ലാ അമ്മമ്മ അതിന് കാലില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു നോക്കിയാൽ ചെറിയൊരു പാമ്പാണ്. ഞാനിപ്പോൾ ഇവരെ കുട്ടികളെ വിളിക്കാൻ ഓനെ വിട്ട് ഓൻ കുട്ടികളെയും വിളിച്ച് വരുമ്പോഴത്തേന് കുറച്ചപ്പുറം എത്തി. അങ്ങനെയാണ് അവർ ചിള്ളി പുറത്താക്കിയിട്ട് കുപ്പിയിലേക്ക്. അതെ, ഇവൻ പറഞ്ഞ് ബക്കറ്റിലാക്കാൻ. ഞാൻ ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമല്ലോ. അപ്പാട് ഞാനൊരു കുപ്പി വരഞ്ഞെടുത്ത് കൊടുത്ത് അതിനകത്തേക്ക് വടി കൊണ്ട് ഹീറ്റ് ചെയ്ത്. എന്തായാലും സംഭവം ഒരു കുട്ടിക്കളിയല്ല. വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം കുട്ടികൾക്ക് മനസ്സിലായില്ല ഇത് ഇത്രത്തോളം വിഷമുള്ള പാമ്പാണെന്ന്. പിന്നീട് അത് തിരിച്ചറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ആൾക്കാരെയൊക്കെ ഇവിടെ വിവരം അറിയിച്ചു. പാമ്പിനെ എന്തായാലും കൊണ്ടുപോവുകയും ചെയ്തു. മറ്റപകടങ്ങളിലേക്കൊന്നും പോയില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഇരിട്ടിയിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24.